ചില സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും സന്ദർശിക്കാൻ ആഗ്രഹം തോന്നും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കാനിടയായി. പാലക്കാട് കൊടുന്തിരപ്പള്ളിക്ക് അടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് ഇന്നത്തെ യാത്ര. മാംഗോ കൗണ്ടി റിസോർട്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ റിസോർട്ടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറെയും മാവുകളാണ്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെബ്സൈറ്റിൽ നിന്നും റിസോർട്ടിനെ പറ്റി വായിച്ചറിഞ്ഞപ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ തോന്നി. പിന്നെ നേരം വൈകിച്ചില്ല. വേഗം ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. പ്രവേശന ഫീസും അവിടുത്തെ പാക്കേജിൻ്റെ കാര്യങ്ങളും അവർ വിശദമായി പറഞ്ഞു തന്നു. ഇവിടെ വരുന്നവർ ആദ്യം റിസോർട്ടിലേക്ക് വിളിച്ച് എൻക്വയറി ചെയ്ത് വേണം വരാൻ. താമസം, ഭക്ഷണം എല്ലാം ചോദിച്ച് കൺഫേം ചെയ്തിട്ടേ റിസോർട്ടിലേക്ക് യാത്ര തിരിക്കാവൂ. ടൗണിൽ നിന്നും മാറിയാണ് മാംഗോ കൗണ്ടി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തവും അതിലുപരി വൃത്തിയായും ഈ റിസോർട്ടും പരിസരവും സൂക്ഷിച്ചിരിക്കുന്നു. പാലക്കാട് ഇങ്ങനെയൊരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന് പലർക്കും പുതുമയായി തോന്നുമായിരിക്കും. വളരെ ചുരുങ്ങിയ നിരക്കിൽ ഫാമിലിയായി ഒരു ദിവസം ചെലവിടാൻ പറ്റിയ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഒരിടമാണ് മാംഗോ കൗണ്ടി റിസോർട്ട്. എത്ര വേനൽ ചൂടിലും ധാരാളം മാവും മറ്റു മരങ്ങളും പരിപാലിച്ചു പോരുന്നതുകൊണ്ട് അധികം ചൂട് ഇവിടെ അനുഭവപ്പെടാറില്ല. മിതമായ നിരക്കിൽ പാലക്കാട് ടൗണിനടുത്ത് ഒരു റിസോർട്ട് താമസം ആഗ്രഹിക്കുന്നവർക്ക് മാംഗോ കൗണ്ടി റിസോർട്ട് തീർച്ചയായും നിരാശപ്പെടുത്തില്ല. റിസോർട്ടിനകത്ത് മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് പെഡൽ ബോട്ടിംഗ് ആണ്. അതുകൂടാതെ തന്നെ റിസോർട്ടിന് ചുറ്റും നോക്കിയാൽ പച്ചപ്പ് ധാരാളമായി കാണാൻ സാധിക്കും. അത് നമുക്ക് പുതിയ ഉണർവ് പകർന്നു തരുന്നത് പോലെ തോന്നും. റിസോർട്ടിനകത്ത് തന്നെ പല കോട്ടേജുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സിംഗിൾ റൂം, ഡബിൾ റൂം തുടങ്ങിയ ഇനത്തിൽപ്പെടുന്നതും ഇവയ്ക്ക് ഓരോന്നിനും റേറ്റ് വ്യത്യാസമുള്ളതിനാൽ മുൻകൂട്ടി ഫോൺ വിളിച്ച് കൺഫർമേഷൻ എടുത്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. സീസൺ സമയമാണെങ്കിൽ റൂംസ് വേക്കൻ്റ് ആയിരിക്കില്ല. പരിമിതമായ റൂമുകളെ നമുക്കിവിടെ കാണാൻ കഴിയൂ. റിസോർട്ടിനകത്ത് നടന്നു കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് മലകളും പുഴയും അതുപോലെ ചെക്ക് ഡാമുകളും പാടങ്ങളും എല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്നു. ഫോട്ടോഗ്രാഫർമാർക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും ഷൂട്ട് ചെയ്യാൻ പറ്റിയ അവസരമാണിവിടം. റിസോർട്ടിനകത്ത് ധാരാളം മാവ് നട്ടുവളർത്തി പരിപാലിച്ചു പോരുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ റിസോർട്ടിനകത്ത് പരിമിതമായ സ്ഥലമാണെങ്കിലും വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു ദിവസം കാലത്ത് മുതൽ വൈകിട്ട് വരെ സമയം ചെലവിടാനും അതുപോലെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരിടമാണ്. റിസോർട്ടിനകത്ത് ചൂടേൽക്കാത്തതിൻ്റെ പ്രധാന കാരണം മുൻപ് പറഞ്ഞതുപോലെ നട്ടുവളർത്തിയ മരങ്ങൾ തന്നെയാണ്. മരങ്ങൾ തോന്നിയതുപോലെ നട്ടുവളർത്തിയിട്ട് കാര്യമില്ല. അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നത് ഇവിടെ കാണാൻ കഴിയും. റിസോർട്ടിന് ചുറ്റും കാഴ്ചക്കാരൻ എന്ന നിലയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വേണ്ട സഹായ അന്വേഷണവുമായി എപ്പോഴും ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ ആ സഹകരണം നമ്മൾ കണ്ടില്ലെന്ന് പറയരുത്. ഏതൊരു കാഴ്ചക്കാരനും മനസ്സിന് നല്ലൊരു അനുഭവം അതുപോലെ സന്തോഷം പകരുന്ന ഒരിടം പാലക്കാട് ചുരുക്കമായിരിക്കും. എന്നാൽ മാംഗോ കൗണ്ടി റിസോർട്ട് അതിൽ ഇടം പിടിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ക്യാരംസ്, ഇൻഡോർ ഗെയിംസ്, ജിം തുടങ്ങിയ സൗകര്യങ്ങളും പിന്നെ സൈക്ലിങ്ങും ബോട്ടിങ്ങും കൂടി ഈ റിസോർട്ട് ഉറപ്പു നൽകുന്നു. റിസോർട്ട് മുഴുവനായി ചുറ്റിക്കാണാൻ റിക്ഷ ടൈപ്പ് വണ്ടിയും ഇവിടെ കാണാം. കൂടാതെ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപയോഗിച്ചും റിസോർട്ട് മുഴുവനായി ചുറ്റിക്കാണാവുന്നതാണ്. റിസോർട്ടിനകത്ത് കയറിയാൽ സമയം പോകുന്നത് നമുക്കറിയില്ല. അതിന് പ്രധാന കാരണം നമുക്ക് ക്ഷീണം വരില്ല. അത് സാധാരണയായി അനുഭവിക്കുന്ന പാലക്കാടൻ ചൂട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കാറില്ല. ബോട്ട് മോഡലിലാണ് ഡൈനിങ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഔട്ട്ഡോർ ഡൈനിങ്ങും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. അതിനും പരിമിതമായ സീറ്റിംഗ് അവർ നൽകി എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഭക്ഷണം നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്തതനുസരിച്ച് അവർ പാകം ചെയ്തു തരും. ഭാരതപ്പുഴ സമീപത്തുള്ളതിനാൽ തന്നെ അതിരാവിലെ സമയങ്ങളിലുള്ള തണുത്ത കാറ്റ് വീശുന്നത് മറ്റൊരു നല്ല അനുഭവമാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക്. ഈ റിസോർട്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ചുറ്റും ധാരാളമായി തെങ്ങുകൾ കാണാൻ സാധിക്കും. അത് റിസോർട്ടിന് ഭംഗി കൂട്ടുന്നു. ഭാരതപ്പുഴ അങ്ങ് ഒഴുകുന്നതിനാൽ അതിൻ്റെ ഭംഗി നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. പാലക്കാടിൻ്റെ പച്ചപ്പും ഭംഗിയും ഒട്ടും കുറവില്ല എന്ന് നമ്മെ ഒന്നുകൂടി മനസ്സിലാക്കി തരുന്ന ഒരിടമാണ് മാംഗോ കൗണ്ടി. ഈ റിസോർട്ട് മറ്റു റിസോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പേരുകൊണ്ട് മാത്രമാണ്. എന്താണോ പേര് സൂചിപ്പിക്കുന്നത് അതുതന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ അതുമാത്രമായി ഈ റിസോർട്ട് ഒതുങ്ങുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാഴ്ചക്കാരൻ്റെ മനസ്സിന് നല്ലൊരു അനുഭവമായിരിക്കും പാലക്കാട് സ്ഥിതി ചെയ്യുന്ന മാംഗോ കൗണ്ടി റിസോർട്ട്.